പ്രദക്ഷിണത്തിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ കൂടി ഒരു ചെറിയ ടിപ്പ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഈ കർമ്മഫലങ്ങൾ, ബാഡ് കർമാസ് ഉണ്ടല്ലോ, അത് എപ്രകാരം എളുപ്പത്തിൽ നിങ്ങൾക്ക് അത് ബേൺ ചെയ്ത് കത്തിച്ചു കളയാൻ സാധിക്കും എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നമ്മൾ പലർക്കും പല മോശം കാലഘട്ടങ്ങൾ, മോശം ദശാകാലങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പല പല റിച്വൽസും നമ്മൾ പല പലയിടത്തുമൊക്കെ പോയിട്ട് അസ്ട്രോളജേഴ്സൊക്കെ കണ്ടിട്ട് നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള പല പ്രതിവിധികളൊക്കെ ചെയ്യാറുണ്ട് അല്ലേ. എങ്കിലും ഈ പ്രതിവിധികളൊക്കെ ചെയ്തു കഴിഞ്ഞാലും അത് താൽക്കാലികമായിട്ട് മാത്രം ഒരു ശമനം കിട്ടിയിട്ട് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അത് റിട്ടേൺ ചെയ്ത് വരുന്നത് പോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കാറുണ്ട്. അത് ഭൂരിപക്ഷം പേർക്കും അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചില കർമ്മങ്ങൾ അത് നമ്മൾ അനുഭവിച്ച് തീരേണ്ടതായിട്ടുള്ള ഒരു കാര്യങ്ങളുണ്ടാവും. അപ്പം നല്ലൊരു താന്ത്രികനാണെങ്കിൽ അതിൻ്റെ രൂക്ഷത ശരിക്കും നന്നായിട്ട് കുറക്കാൻ സാധിക്കും. ഇല്ലയെന്ന് ഞാൻ പറയണില്ല. പക്ഷെ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ടുള്ളൊരു കാലഘട്ടങ്ങളിൽ കൂടെ നമ്മൾ പോവേണ്ടി വരും. അതിൻ്റെ രൂക്ഷത നമുക്ക് കുറച്ച് എടുക്കാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ ബാഡ് കർമാസ് എളുപ്പത്തിൽ വേഗം വേഗം കത്തിച്ച് കളയാൻ സാധിക്കുക എന്നുള്ള കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒന്നാമതായിട്ട് നിങ്ങൾ അനുഷ്ഠിക്കേണ്ട ഒരു കാര്യം, എന്നും നിങ്ങൾ മുടങ്ങാണ്ട് അനുഷ്ഠിക്കേണ്ട ഒരു കാര്യമാണ് പഞ്ചയജ്ഞങ്ങൾ. പഞ്ചയജ്ഞങ്ങൾ അനുഷ്ഠിക്കുക. എന്താണ് പഞ്ചയജ്ഞങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൽ 5 കാര്യങ്ങളാണ് നമ്മൾ ഒരു ദിവസം, പഞ്ചം എന്ന് പറഞ്ഞാൽ 5. അപ്പോൾ 5 യജ്ഞങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ബ്രഹ്മയജ്ഞം. ബ്രഹ്മയജ്ഞം എന്ന് പറയുന്നത് നമ്മളുടെ ഈ പൗരാണികമായിട്ടുള്ള ഈ അറിവുകൾ, പല ഗ്രന്ഥങ്ങളും അതിൽ കൂടിയുള്ള അറിവുകളെല്ലാം നമുക്ക് തന്നത് ഋഷിമാരാണ്. അപ്പൊ അവരോട് നമുക്കൊരു കടമയുണ്ട്. അവരാണല്ലോ നമുക്കത് കണ്ടെത്തി തന്നത്, ആ അറിവുകൾ. അപ്പൊ അവരോട് നമ്മൾ ചെയ്യുന്ന ആ കടമ എങ്ങനെയാണ് എന്ന് വെച്ചാൽ, അത് നിറവേറ്റേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഡെയിലി ഒരു അല്പസമയം നിങ്ങൾ അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നും കുറച്ച് വരികളെല്ലാം എടുത്തിട്ട് അത് പഠിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഏതെങ്കിലും ഗ്രന്ഥങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടല്ലോ, ഭാഗവതം, ഭഗവത്ഗീത, രാമായണം, ഇഷ്ടംപോലെ ഗ്രന്ഥങ്ങളുണ്ട്. അത് ഏതെങ്കിലും ഒരു ഗ്രന്ഥം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്തിട്ട് വളരെ കുറച്ച് സമയം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എടുത്താൽ മതി. ഒരു പുതിയ കാര്യം അതിൽ നിന്നും എടുത്തിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കൂടാതെ അടുത്തതെന്ന് പറയുന്നത് ദേവയജ്ഞമാണ്. ദേവയജ്ഞം എന്ന് പറയുന്നത് നമുക്കെല്ലാം തന്ന് അനുഗ്രഹിക്കുന്ന ആളുകളാണ് ഈ ദേവന്മാരല്ലേ. അപ്പൊ അവരെ നമ്മൾ ആരാധിക്കുക, അവർക്ക് വേണ്ടുന്ന പൂജാ കർമ്മങ്ങളെല്ലാം നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ചെറിയ തോതിലെങ്കിലും അവരെ ആരാധിക്കുക, അവരെ സ്മരിക്കുക. അപ്പോൾ നമ്മൾ അവരെ പോഷിക്കുന്നതിന് അനുസരിച്ചിട്ട് ആ ദേവന്മാർ തിരിച്ചും നമ്മളെ പോഷിപ്പിക്കുമെന്നാണ് പറയുന്നത്. എന്നാണ് ദേവയജ്ഞമായിട്ട് നമ്മൾ പറയേണ്ടത്. അടുത്തത് പിതൃയജ്ഞം. പിതൃയജ്ഞം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ജന്മം തന്ന നമ്മളുടെ ശരീരമെല്ലാം നമുക്ക് തന്ന് അനുഗ്രഹിച്ച ആളുകളാണ് ഈ പിതൃക്കൾ അല്ലേ. ആ പിതൃക്കൾക്ക് വേണ്ടി അവരുടെ തർപ്പണങ്ങൾ, ശ്രാദ്ധദിനങ്ങൾ, അതൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. കൂടാതെ അവര് നമ്മളെ ജനിപ്പിച്ചു, അപ്പൊ നമ്മൾ നമ്മുടെ കുട്ടികളെ എന്താണ് നല്ല സാമൂഹ്യ പ്രതിബദ്ധത ഉള്ള കുട്ടികളാക്കി വളർത്തിയെടുക്കാൻ ശ്രമിക്കണം. അവരെ നമ്മളുടെ ആ കൾച്ചേഴ്സ്, നമ്മൾ പറയില്ല, ആ പരമ്പരാഗതമായിട്ട് നമ്മളുടെ അച്ഛനച്ഛന്മാരെല്ലാം നമ്മൾക്ക് കൈമാറി തന്ന പല അറിവുകളുണ്ട്. അത് നമ്മൾ നമ്മുടെ കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കണം. ഇന്നത്തെ കാലത്ത് ആ കുട്ടികൾക്കൊക്കെ അതിനൊക്കെ താല്പര്യം കുറവാണ്. പക്ഷെ നമ്മൾ നമ്മളുടേതായ പാട്ട് അത് ചെയ്യണം, മടി കൂടാണ്ട് ചെയ്യണം. അവരെ ആ റിച്വൽസ് എല്ലാം പറഞ്ഞു കൊടുക്കാനും പഠിപ്പിക്കാനും എല്ലാം ശ്രമിക്കണം. അടുത്തത് മനുഷ്യയജ്ഞമാണ്. മനുഷ്യയജ്ഞം എന്ന് പറഞ്ഞാൽ സഹജീവികളോടുള്ള ആ സ്നേഹം, മനുഷ്യന്മാരോട് അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള സഹായങ്ങൾ, ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുക, മറ്റുള്ള സേവനങ്ങളെല്ലാം ചെയ്യാൻ കൊടുക്കുക, അതിഥികളെ സൽക്കരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ ശ്രമിക്കുക. അടുത്തത് ഭൂതയജ്ഞമാണ്. ഭൂതയജ്ഞം എന്ന് പറഞ്ഞാൽ നമ്മൾ അലഞ്ഞു തിരിഞ്ഞടക്കുന്നതായിട്ടുള്ള പല ജീവികളുണ്ടല്ലോ, പട്ടികൾ, പശുക്കൾ, പൂച്ചകൾ, ഇവർക്കെല്ലാം അവരെല്ലാം സേവിക്കുക, അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക, പക്ഷികൾ. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഭക്ഷണം കഴിക്കണേക്കുമ്പോൾ ഒരു പിടി ചോറെടുത്തിട്ട് കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ കാക്ക കഴിക്കൂ അല്ലേ. അപ്പോൾ പിതൃക്കളുടെ അനുഗ്രഹവും കൂടി നിങ്ങൾക്ക് അതിൽ കൂടെ കിട്ടും. പിന്നെ അല്ലെങ്കിൽ പട്ടികളൊക്കെ നമ്മുടെ വീട്ടിലെ പട്ടിയോ പൂച്ചയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ വരുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കാൻ ശ്രമിക്കാം. ഉറുമ്പുകൾക്കൊക്കെ തീറ്റ കൊടുക്കണം, അതൊക്കെ നല്ലതാണ്. അപ്പോൾ ഈ പഞ്ചയജ്ഞങ്ങൾ അനുഷ്ഠിക്കണം.
പിന്നെ തർപ്പണം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡെയിലി ചെയ്യുന്ന സിമ്പിൾ തർപ്പണം ഉണ്ട്. അതിൽ ഈ ദേവന്മാരുടെ തർപ്പണം, സപ്തർഷികളുടെ തർപ്പണം വരുന്നുണ്ട്, ഋഷിമാരും ദിവ്യ മനുഷ്യര്, പിതൃക്കള്, അങ്ങനെ ഈ 5 കാറ്റഗറീസിലുള്ള ആളുകൾക്കുള്ള തർപ്പണം ഡെയിലി അങ്ങനെയൊക്കെ അനുഷ്ഠിക്കുന്നതാണ്. ഒരു 5 മിനിറ്റ് പോലും വേണ്ട, അത് ഡെയിലി നിങ്ങൾക്ക് ആ ജലം വീഴ്ത്തിയിട്ട് അവർക്ക് തർപ്പണം ചെയ്തു കൊടുക്കുക. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ കുറെ അതിൽ കവർ ചെയ്ത് കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞ മറ്റുള്ള കാര്യങ്ങളും കൂടി നിങ്ങൾ ശ്രദ്ധിച്ച് ഡെയിലി അത് അനുഷ്ഠിക്കാൻ ശ്രമിക്കണം. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അഷ്ടാംഗ യോഗത്തിൽ ആദ്യത്തെ 2 പടികളിലായിട്ട് നമ്മൾ പറയണതാണ് യമനിയമങ്ങൾ. അപ്പോൾ നിയമം, അത് കഴിഞ്ഞിട്ടാണ് ആസന വര, പ്രാണായാമം, പ്രത്യാഹാര, ധാരണ, ധ്യാനം, സമാധി. അപ്പോൾ അവസാനത്തെ കാര്യങ്ങളിലോട്ടല്ല, ആദ്യത്തെ 2 കാര്യങ്ങൾ യമനിയമ ആദികൾ കറക്റ്റായിട്ട് പാലിക്കാൻ ശ്രമിക്കുക. അതായത് കള്ളം പറയാതിരിക്കുക, അഹിംസ ശീലിക്കാൻ ശ്രമിക്കുക, മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും ഒന്നും ആഗ്രഹിക്കാതിരിക്കുക, ഉള്ളതുകൊണ്ട് സംതൃപ്തിയോട് ജീവിക്കുക, സന്തോഷത്തോടു കൂടി ജീവിക്കുക, കട്ടെടുക്കാതിരിക്കുക, അതുപോലെ ശുചിത്വം പാലിക്കുക, ശരീരത്തിനും മനസ്സിനും ഉള്ള ശുചിത്വം എല്ലാം പാലിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കുക. പിന്നെ വേറെ ഒരു ടിപ്പ് എന്ന് പറയണത്, ഞാൻ പഠിച്ച ഒരു കാര്യമാണ്, നമ്മൾ സിഖ് ജനതകളെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ ഗുരുദ്വാരയിലൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ അവർക്ക് നമ്മളുടെ ഇതുപോലെയുള്ള റിച്വൽസുകൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന പോലെ ഈ കർമ്മദോഷത്തിനുള്ള പരിഹാരാദികളൊന്നും അവർക്കില്ല. പക്ഷെ നമ്മൾ ഗുരുദ്വാരയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഇന്നും ഭക്ഷണം അവർ വിതരണം ചെയ്യും. അപ്പോൾ ഫുഡ് ഡൊണേഷൻ ഉണ്ട് അവിടെ. അതുപോലെ അവരെന്ത് ചെയ്യും, സേവനങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഗുരുദ്വാരയിൽ അവരുടെ ഗുരുവിനെ അവർ പൂജിക്കുന്നുണ്ട്, പുണ്യഗ്രന്ഥങ്ങളെ പൂജിക്കുന്നുണ്ട്. കൂടാതെ അവിടെ നിങ്ങൾക്ക് ഈ വാള്, അമ്പ്, ആയുധങ്ങൾ അത് അവർ പൂജ ചെയ്യുന്ന കാണാം. അപ്പൊ ആയുധങ്ങളും ധർമ്മത്തെ പരിരക്ഷിക്കാനുള്ള ഈശ്വരന്റെ ആയുധങ്ങളായിട്ടാണ് അത് കാണുന്നത്. അപ്പൊ ധർമ്മം എവിടെയൊക്കെയാണോ അതിന് ചുതി വരുന്നത് അത് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആയുധം എടുക്കുന്നത്. അതും അവർ പൂജിക്കുന്നുണ്ട്. ഇനി വേറെ ലാസ്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഡെയിലി ആയിരക്കണക്കിന് ജനങ്ങൾ വരുന്ന സ്ഥലമാണ് ഗുരുദ്വാരാസ്. പക്ഷേ അവിടുത്തെ വൃത്തി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 5 സ്റ്റാർ ഹോട്ടലിന്റെ അത്രയും വൃത്തിയായിരിക്കുള്ളൂ. അപ്പൊ നമ്മുടെയൊക്കെ എത്ര അമ്പലങ്ങളിൽ അതിന്റെ ആ വൃത്തി ഉണ്ടാവും. ഇപ്പൊ ഉള്ളിലൊക്കെ വൃത്തി ഉണ്ടെങ്കിലും അമ്പലത്തിന്റെ പുറത്തിറങ്ങി അവിടെ ഊട്ടുപുരി അതും ഇതൊക്കെ ഉണ്ടെങ്കിൽ അതേ കൂടി പോയി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ശോചനീയമായ അവസ്ഥയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷെ ഗുരുദ്വാരയിൽ നിങ്ങൾ പോയി നോക്കൂ, പക്ക ക്ലീൻ ആയിരിക്കുള്ളൂ, നീറ്റായിട്ടായിരിക്കും കിടക്കുന്നത്. അത് അവിടെ വരുന്ന ആളുകൾ സേവനമായിട്ട് അത് വൃത്തിയാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ കൊട്ടകണക്കിന് കർമ്മങ്ങളെ കത്തിച്ച് കളയാനുള്ള ഒരു സിമ്പിൾ മാർഗം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അടുത്തുള്ള ഒരു ദേവാലയം, നിങ്ങൾ സ്ഥിരം പോകുന്ന ഏതെങ്കിലും ഒരു അമ്പലങ്ങളോ എന്തെങ്കിലും ആവട്ടെ, അവിടെ പോയിട്ട് ആ ദേവാലയം നിങ്ങൾ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുക. അത് കുറച്ചധികം ദിവസങ്ങൾ തുടർച്ചയായിട്ട് നിങ്ങളൊന്ന് ചെയ്തു നോക്കും. അത് ചെയ്ത് കഴിയുമ്പോൾ മിറാക്കിൾസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നത് കാണാൻ സാധിക്കും. കാരണം ഈ അമ്പലങ്ങൾ ആരാധന ചെയ്യുന്നൊരു സ്ഥലമാണ്, ദേവന്റെ വാസസ്ഥലമാണ്, ദേവന്റെ വീടാണത്, അല്ലെങ്കിൽ ദേവിയുടെ വീടാണത് അമ്പലമായെന്ന് പറയുന്നത്. അത് നമ്മൾ ശുചീകരിക്കുകയാണെങ്കിൽ ആ ദേവന്റെ അനുഗ്രഹം മാത്രമല്ല കിട്ടുന്നത്, വേറൊരാളുടെയും കൂടി അനുഗ്രഹം ഓട്ടോമാറ്റിക്കലി നിങ്ങളിലോട്ട് വരും. അതാരാണെന്നറിയോ? നമ്മളുടെ കലിയുഗത്തിന്റെ ബോസ് ആയിട്ടിരിക്കുന്നത്. നമ്മൾ പറയാം ആ കലിയുഗത്തിന്റെ ബോസ് ഓഫ് കലിയുഗ, ദാറ്റ് ഇസ് സാറ്റേൺ. ആ സാറ്റേൺ എന്ന് പറയുന്ന ആള്, അദ്ദേഹത്തിന്റെ അണ്ടറിലാണ് ഈ ശുചീകരണമൊക്കെ ചെയ്യുന്ന ആളുകൾ, ലോ ഗ്രേഡിലുള്ള വർക്കേഴ്സ് ഉണ്ടല്ലോ, അവരൊക്കെ വരുന്നത് ഈ ശനിഗ്രഹത്തിന്റെ അധീനതയിലാണ്. അതാണ് നമ്മൾ എപ്പോഴും പറയാറ്. നമ്മൾ ഈ റോഡിലൊക്കെ ക്ലീൻ ചെയ്യുന്ന ആളുകൾ, അങ്ങനെയൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ ഭക്ഷണമോ വശമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ഇമ്മീഡിയറ്റ്ലി ഗെറ്റ് ദ ബ്ലെസ്സിങ് ഓഫ് ദാറ്റ് സാറ്റേൺ. ആ സാറ്റേണിന്റെ ഇത് നമുക്ക് വളരെ പെട്ടെന്ന് ആ ബ്ലെസ്സിങ്സ് നമുക്ക് വരുന്നത് അറിയാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഈ അമ്പലങ്ങളിൽ ആരാധനാലയങ്ങൾ ശുചീകരിക്കുമ്പോൾ ഇമ്മീഡിയറ്റ്ലി നിങ്ങളുടെ ആ കർമ്മങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നതിലപ്പുറത്തേക്ക് നിങ്ങൾക്ക് കത്തിച്ചു കളയാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് പരിശ്രമിച്ച് നോക്കൂ, എന്നിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.